Hi, my name is Ritika. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ് ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ 10th ഓണം എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 10th ഇന്നലെയൊക്കെ ആയിട്ട് എന്നെ ആൻസർ ഷീറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് മാർക്ക് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ട് കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. ഇതൊന്ന് പോരെ, 10th കുറച്ചും കൂടി ശ്രമിക്കണം. ഇനി 2 മാസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമാണ്. അപ്പോൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം. അപ്പോൾ മാർക്കെന്ന് പറയുന്നത് കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ മലയാളമാണ്. മലയാളത്തിന് വന്നിട്ട് 40-ൽ 35 വരെയാണ് മാർക്ക് പോയെന്ന് പറയുന്നത്. അവസാനം 6 മാർക്കിൻ്റെ വരില്ല, അപ്പോൾ അതിന് സമയം കിട്ടത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് മാർക്ക് പോകും. അപ്പോൾ 35 വരെയാണ്. അടുത്ത് വന്നിട്ട് ഹിന്ദിയാണ്. ഹിന്ദിക്ക് കുഴപ്പമില്ല, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഉണ്ട്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. എന്നാലും മാർക്ക് പോയതെന്ന് പറയുന്നത് ടിപ്പണി അങ്ങനത്തെ ഡയറിയൊക്കെ സംഭവം ഉണ്ടല്ലോ, അതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയി. പിന്നെ പിരമിഡ് വന്നിട്ട് തെറ്റിയിട്ടുണ്ട് ഒരെണ്ണം. അപ്പം അങ്ങനെ മാർക്ക് പോയി. മാർക്ക് വന്നിട്ട് 40-ൽ 36-യാണ്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് മലയാളം സെക്കൻഡാണ്. മലയാളം സെക്കൻഡ് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 40-ൽ 35-ലാണ്. രണ്ടിനും 1 മാർക്കാണ് കേട്ടോ. 35-ലാണ്. അടുത്ത് വന്നിട്ട് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ദിവസമായിരുന്നു 2 പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും കൂടെ പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ വലിയ പഠിച്ചിട്ട് എല്ലാം പഠിപ്പിച്ച ദിവസം തന്നെ പഠിക്കുന്നൊരു കുട്ടിയാണ് അല്ല കേട്ടോ. തലേ ദിവസം ഇങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അപ്പോൾ കെമിസ്ട്രിക്ക് വന്നിട്ട് 40-ൽ 33-ആണ്. അപ്പോൾ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു, എന്നാലും കുറവാണ് മാർക്ക്. ഇംഗ്ലീഷ് വന്നിട്ട് എനിക്ക് തെറ്റിയെന്ന് പറയുന്നത് ഗ്രാമറിൽ കുറേ എണ്ണം പോയി. പിന്നെ നമ്മൾ ഈ പാരഗ്രാഫ് വന്നിട്ട് അതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് അൾട്രേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ മാർക്ക് വന്നിട്ട് 80-ൽ 56-ആണ്. അപ്പോൾ അടുത്ത് വന്നിട്ട് സോഷ്യലാണ്. സോഷ്യലായിരിക്കും എല്ലാവർക്കും കുറേ പഠിക്കാനുണ്ടാവുക. എനിക്ക് വന്നിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ട്. എനിക്ക് തെറ്റിയെന്ന് പറയുന്നത് 1 വേർഡിനും പിന്നെ മാച്ച് ദ ഫോളോയിങ് അതിനൊക്കെയാണ് കൂടുതൽ മാർക്ക് തെറ്റിയത്. അപ്പോൾ അത് എനിക്ക് A+ പോയെന്ന് പറയുന്നത് 3 മാർക്കിനാണ്. അപ്പോൾ ഇതും കൂടെ ശരിയായിട്ടുണ്ടായിരുന്നെങ്കിൽ A+ കിട്ടിയേനെ. അപ്പോൾ മാർക്ക് വന്നിട്ട് 69-ആണ്. കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ട്. അപ്പോൾ അടുത്ത വന്നത് ബയോളജിയാണ്. ബയോളജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസമായിരുന്നു 2 പരീക്ഷയും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു രണ്ടും കൂടെ പഠിക്കാൻ. എന്നാലും കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ട്. മാർക്ക് വന്നിട്ട് 40-ൽ 35 വരെയാണ്. 35-ലാണ്. അടുത്ത് വന്നിട്ട് മാത്സ് ആണ്. മാത്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. എനിക്കും കുഴപ്പമില്ല, വളരെ ടഫായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും കുറഞ്ഞു പോയി. നല്ല കുറവാണ് മാർക്ക് വന്നിട്ട്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് 3-4 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അതിനങ്ങനെ കുറേ മാർക്ക് പോയി. പിന്നെ കുറേ തെറ്റും ചെയ്തു. അപ്പോൾ മാർക്ക് വന്നിട്ട് 80-ൽ 53-ആണ്. ഇതൊന്നും പോരെ ശരിക്കും. 10-ൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. മാത്സും ഇംഗ്ലീഷും അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി നല്ല മാർക്ക് വേണം. അടുത്തതെന്ന് പറയുന്നത് ഫിസിക്സാണ്. ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടഫായിരുന്നു. അപ്പോൾ മാർക്ക് വന്നിട്ട് 40-ൽ 35-ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. ആൻസേഴ്സ് അല്ല, എൻ്റെ മാർക്ക്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ തന്നെ ആയിരിക്കും. ബൈ.